ഇപ്പോൾ വരുന്നൊരു വാർത്ത. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തി തമിഴ്നാട് സംഘം. മുല്ലപ്പെരിയാർ കനാലിന്റെയും വനമേഖലയുടെയും ദൃശ്യം പകർത്തി. ദൃശ്യങ്ങൾ പെരിയകുളം MLA-യുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇപ്പോൾ കാണാം. വനംവകുപ്പിന്റെയോ പോലീസിന്റെയോ അനുമതി വാങ്ങാതെയാണ് ദൃശ്യം പകർത്തിയിരിക്കുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഈ മേഖലയിൽ ഒന്നും തന്നെ ഡ്രോൺ പറത്താൻ പാടില്ല. ആ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയിരിക്കുന്നത് തമിഴ്നാട് സംഘമാണ്. എന്തിനാണ് ഇവർ ഡ്രോൺ പറത്തിയത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ? എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലേ രാഹുൽ? ഡോക്ടർ അരുൺ, ശനിയാഴ്ചയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ തമിഴ്നാട് ഷട്ടർ തുറക്കുന്നത്. അന്ന് നമ്മൾ തത്സമയം അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെയും പെരിയാർ കടുവാ സങ്കേതത്തിന്റെയും ദൃശ്യങ്ങൾ ഡ്രോണിന്റെ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ സംഘം പകർത്തുകയും ചെയ്തിരിക്കുന്നത്. പെരിയകുളം MLA ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് പെരിയകുളം MLA-യുടെ PR വർക്ക് തന്നെയാണ് അവിടെ നടന്നത് എന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ എത്തിയ സംഘമാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. നമ്മൾ ഉണ്ടായിരുന്ന ആ മുല്ലപ്പെരിയാറിന്റെ തമിഴ്നാട് ഷട്ടർ തുറക്കുന്ന അതേ സ്ഥലത്തും ഈ സംഘം എത്തിയിരുന്നു. ഇവിടെ ഡ്രോൺ പറത്താൻ പാടുണ്ടോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ ഇവിടെ ഡ്രോൺ പറത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. പക്ഷേ മുല്ലപ്പെരിയാർ കനാലിന്റെയും ഈ പെരിയാർ കടുവാ സങ്കേതത്തിന്റെയും ദൃശ്യങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പകർത്തിയ ശേഷം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള സാധാരണ സമയങ്ങളിൽ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പോലും ഈ പെരിയാർ കടുവാ സങ്കേതത്തിന്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ ചിത്രീകരിക്കുന്നതിനോ പരിമിതിയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. മാത്രമല്ല പോലീസിന്റെയോ വനം വകുപ്പിന്റെയോ അനുമതി ഇവർ വാങ്ങിയിരുന്നില്ല എന്നാണ് വനം വകുപ്പും പോലീസും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം വനം വകുപ്പോ പോലീസോ ഇവർക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ അവിടെയുണ്ട്, അതുകൂടാതെ പെരിയാർ കടുവാ സങ്കേതമുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഈ ഡ്രോൺ പറത്തിയപ്പോൾ അത് കണ്ടുപിടിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞില്ല എന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ഒരുപക്ഷെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പെരിയാർ കടുവ സങ്കേതത്തിന്റെ ഉള്ളിൽ ഒരു കാരണവശാലും അനുമതിയില്ലാതെ ഡ്രോൺ പറത്തുക സാധ്യമല്ല. ആ സാഹചര്യത്തിലാണ് തമിഴ്നാട് സംഘം ഇപ്പോൾ ഡ്രോൺ പറത്തിയിരിക്കുന്നത്. ഒരു PR വർക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെരിയകുളം MLA-യും സംഘവും കൂടി അവിടെ എത്തിയപ്പോൾ കുറച്ച് PR ഡ്രോണുകളും കൂടി വന്നു. പെരിയകുളം MLA പോകുന്നതും വരുന്നതും കാണുന്നതുമൊക്കെ ആ ഡ്രോൺ വെച്ചെടുക്കാമെന്ന് കരുതി. പക്ഷേ ഡ്രോൺ പോയത് അനുമതിയില്ലാത്ത സ്ഥലത്തേക്കാണ് പോയി. ആ ദൃശ്യമാണ് പെരിയകുളം MLA തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.